സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ഈ സിനിമയുടെ പേര് എന്തായിരുന്നു? തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ എ. പേരിൽ മാറ്റമുണ്ടായിരുന്നില്ല, ബി. സുന്ദര ട്രാവൽസ്, സി. താമരാക്ഷൻ ട്രാവൽസ്. ഇതെനിക്ക് അറിയാവുന്നതാണ്, എങ്കിലും ചേട്ടനെ കൊണ്ട് ചോദിപ്പിക്കാം. ചേട്ടൻ അറിയാമോ? അല്ല, എന്നെ വിശ്വസിച്ച് നീ പറഞ്ഞു. അല്ല, അറിയാമോ ഇത്? അല്ല, എനിക്കറിയാം. എന്റെ ആ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് നീ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ വേറെ വല്ലതും പറയണം. പിന്നെ അങ്ങനെയാണെങ്കിൽ താമരാക്ഷൻ ട്രാവൽസ്. എന്തായാലും സുന്ദര ട്രാവൽസ് ഞാനത് അതാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അതിനാണ് കാരണം അങ്ങനെയെങ്കിലും പറയട്ടെന്ന് വിചാരിച്ചു സുന്ദര എന്ന്. പിന്നെ കൊച്ചിങ്ങനെ ഇപ്പൊ എനിക്കിട്ട് വന്ന് അടിക്കണം, ഇവനെയാണോ സുന്ദര എന്ന് പറഞ്ഞു. സുന്ദര ട്രാവൽസ് ഞാൻ പിടിച്ച് പൂട്ടി. ഓക്കെ, ശിവസൂര്യയുടെ അടുത്ത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു ഐറ്റം കാണിക്കണം. തീർച്ചയായിട്ടും. അതിപ്പോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ചെയ്തതാണ്. എന്നാലും നമ്മളെപ്പോഴും ദിലീപേട്ടനെ കുറിച്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ദിലീപേട്ടനെ കുറിച്ചായിരുന്നു, ഇപ്പോഴും ദിലീപേട്ടനെ കുറിച്ചാണ്. അപ്പോൾ സിന്ധുവിന് കുറെ കാര്യം ദിലീപിനോട് ചോദിക്കാനുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ദിലീപേട്ടായിട്ട് അങ്ങോട്ട് മറുപടി പറയാം. അല്ലേ? ശരി സാർ. നമസ്കാരം ദിലീപേട്ടാ. നമസ്കാരം. ഇപ്പോഴത്തെ കോവിഡ് കാലാണല്ലോ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്, ഷൂട്ടിംഗ് ഒക്കെ നിൽക്കുന്നതാണ്. എന്താണ് ദിലീപേട്ടൻ ഈ ഒരു സമയത്ത്? എത്ര പറയാം, അങ്ങനെയൊക്കെ ജീവിച്ചു കൊണ്ട് സിന്ധുവിനെ അറിയാലോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ചെയ്തപ്പോൾ സിന്ധു അവിടെ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്കൊരു ഓർമ്മ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അത് ഏതായിരുന്നു ആ സിനിമ എന്നറിയോ? എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ കൺമണി ഞാൻ ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ ഓപ്പോസിറ്റ് റൂമിൽ താമസിച്ചിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്കൊരു ഓർമ്മയാണ്. ഉണ്ട്. അതായത് ദിലീപേട്ടൻ ഞങ്ങൾ RV ടവറിൽ ഗുരുവായൂർ താമസിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന സമയം, ആദ്യത്തെ കൺമണി. അപ്പം ഇവർ ഓപ്പോസിറ്റിൽ കൊക്കരക്കോ എന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനാണ്. അന്ന് ദിലീപേട്ടനൊന്നും ആയിട്ടില്ല. അതായത് ദിലീപേട്ടൻ 4 പേരിൽ ഒരാൾ, അവർക്ക് 4 പേർക്കൂടെ റൂം, അങ്ങനെയൊക്കെയാണ്. അന്ന് സല്ലാപത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, പക്ഷെ റിലീസായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പോയപ്പോഴാണ് എന്നോട് പറഞ്ഞ പുള്ളിക്ക് 8 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ ലോണ്ട്രിയിൽ നമ്മളൊക്കെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ കൊടുക്കുമല്ലോ. അപ്പോൾ തിരിച്ചൊരു മുണ്ടും ഷർട്ടും പുള്ളി വാഷ് ചെയ്യാൻ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കണേ എന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു വെച്ചത് ഏകദേശം 8-9 ദിവസം എൻ്റെ റൂമിൽ തന്നെ ഇരുന്നു. ഒരു പച്ച ഷർട്ടും ഒരു പച്ചക്കരയുള്ളൊരു മുണ്ടും. അത് എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. അതിനുശേഷം വന്നിട്ടാണ് പുള്ളി വാങ്ങിച്ചത്. അപ്പം ഇപ്പോഴൊക്കെ അത് ഓർക്കുന്നത് എനിക്കറിയില്ല, അവരെ ഇപ്പോൾ വേറെ ലെവലായി. പക്ഷെ അതിനുശേഷം 2-3 പ്രാവശ്യം കണ്ടപ്പോഴും അതേ ആ സിമ്പിളിറ്റി തന്നെയുണ്ട്, അതേ മനുഷ്യൻ തന്നെ, യാതൊരു മാറ്റവും ഇല്ലാതാണ് കണ്ടത്. ഇപ്പം എങ്ങനെയാന്ന് അറിയില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പം ബി സുന്ദര ട്രാവൽസ് ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം സവാരി ഗിരിഗിരി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സൂര്യ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളെ ഒരുമിച്ച് എൻ്റെ കുടുംബത്തിൽ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചില ജന്മത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അപൂർവ ഭാഗ്യമാണിത്. നമ്മളെപ്പോഴും പറയും യേശുദാസ്, അത് കഴിഞ്ഞാൽ MG ശിവകുമാർ എന്ന് പറയുന്ന ആ മഹാരഥന്മാരുടെ കൂടെ എനിക്കും എൻ്റെ വൈഫിനും ഇരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യം. ഈ ജന്മത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളും ഉണ്ട് കൂടെ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത റൗണ്ട് രാജമാണിക്യമാണ്. രാജമാണിക്യം, ചോദ്യം. പിൽക്കാലത്തെ പ്രഗത്ഭനായ ഒരു സംവിധായകൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പി വാസു. 8 7 6. ജോണി ആന്റണി. ഉത്തരം ശരിയാണോ? ആണ്. പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് കൊണ്ട് നിർത്തുന്ന കൂട്ടത്തിൽ ഹിന്ദി അറിയാവുന്നവർ ആരാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കൊച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. കൊച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഹിന്ദി അറിയാമെങ്കിൽ ചോദിക്കട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പിടിച്ച് തന്നെ ഇങ്ങേറ്റത്ത് മീശയൊക്കെ വെച്ചിട്ട് നാടോടികളുടെ ഒരു വേഷത്തിൽ ജോണി ആന്റണി അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അല്ലേ? അതെ, ആണ്. ഹലോ സിന്ധു,
പുലിയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. Thank you. അതാണല്ലോ ഇതിന്റെ ഒരു അത്. അത്